ഷെടാ കുറച്ച് സ്ട്രെച്ചിങ് വാമ്പ് ചെയ്തപ്പോൾ തന്നെ ഇത്ര ചേഞ്ചോ? സോ ഹായ് ഗൈസ്, വെൽക്കം ടു ദ ഒഫീഷ്യൽ ബിഗിനിങ് ഓഫ് അവർ 3 വീക്സ് ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച്. സോ ഫൈനലി നമ്മൾ ബാക്ക് ടു ഓൾമോസ്റ്റ് ഒരു സ്മൂത്ത് ലെവൽ ട്രെയിനിങ്ങിലേക്ക് എത്തി. സോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. സോ ഈ ബോഡിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫിസിക്കിലേക്ക് ഒരു 3 വീക്സ് കൊണ്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് വരെ എത്താൻ പറ്റുമെന്ന് നോക്കാം. ആൻഡ് അതും നാച്ചുറലായിട്ട്. സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എത്ര മസിൽ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞാലും ചാടിക്കയറി പഴയ പോലെ ട്രെയിൻ ചെയ്യരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ മസിൽസിൽ മോട്ടോർ ഫൈബേഴ്സ് എന്ന് പറയുന്ന കുറേ നെർവ് ഫൈബേഴ്സ് ഉണ്ട്. സോ ഇത് കുറേ ഗ്യാപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഴയ അതേ ഇൻറ്റൻസിറ്റിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഫൈബേഴ്സിന് കറക്റ്റായിട്ട് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ കൂടുതൽ ടെൻഷൻ വരും, കൂടുതൽ സ്ട്രെസ് വരും. സോ നിങ്ങളുടെ പ്രോഗ്രസ് അത് കുറച്ചും കൂടെ ഡൗൺ ആക്കത്തേ ഉള്ളൂ. എന്നാൽ ഈ ഫൈബേഴ്സിൻ്റെ പഴയ അതേ എഫിഷ്യൻസി തിരിച്ച് കിട്ടണമെങ്കിൽ ഒരു 2 to 4 വീക്സ് ആവും. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മസിൽ ഗെയിൻ പെട്ടെന്ന് വന്നാൽ നിങ്ങളുടെ ബോഡിയിലെ സ്ട്രെങ്ത് പഴയ പോലെ തിരിച്ചു വരണമെങ്കിൽ ടൈം എടുക്കുന്നത്. സോ ഈ ഫൈബേഴ്സിന്റെ എഫിഷ്യൻസി പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രോഡ് ലെവലിൽ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചാർട്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ലൈഫ് അപ്ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഫൈനൽ ഇയർ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിംഗ് ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. സോ 3 വീക്സിലുള്ള 2 ഡേയ്സ് കഴിഞ്ഞു. ഇനി റിമൈനിങ് ഡേയ്സ് കൊണ്ട് നമുക്ക് എത്ര ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് നോക്കാം. സോ സീ യു ഗൈസ് ഓൺ day 3.